മുന്നണി മാറ്റം സംബന്ധിച്ച് കേരള ഘടകവും കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കിക്കൊണ്ടാണ് ആർഎസ്പിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിന് പകരമായി നേരെ യുഡിഎഫിൽ പോയി ചേർന്നതിനെ അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു ബംഗാൾ ത്രിപുര ഘടകങ്ങളുടെ നിലപാട്. നയമാറ്റം ഉടൻ തിരുത്തണമെന്നും ഇവരാവശ്യപ്പെട്ടു. എന്നാൽ അനിവാര്യമായ സാഹചര്യത്തിലാണ് മുന്നണി മാറിയതെന്നും അത് തിരുത്തുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ലെന്നും എ അസീസ് ഉൾപ്പെടെയുള്ളവർ വാദിച്ചു. വിശദമായ ചർച്ചകൾക്കൊടുവിൽ കേരള ഘടകത്തിന്റെ മുന്നണി മാറ്റം കേന്ദ്ര നേതൃത്വം തള്ളുകയായിരുന്നു. നിലവിൽ തൽസ്ഥിതി തുടരാനും ഏപ്രിലിലെ ദേശീയ സമ്മേളനത്തോടെ നിലപാട് തിരുത്താനും കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചു. ഒരു അപഭ്രംശം സംഭവിച്ചു കേരളത്തിലെ പാർട്ടി. ആകാവുന്നത്ര വേഗത്തിൽ അതിൽ നിന്ന് മാറ്റം വരുത്തുന്നതിന്, അതിൽ നിന്ന് മുക്തമാകുന്നതിന് കേരള പാർട്ടി ശ്രമിക്കണം. എന്നാൽ യുഡിഎഫുമായുള്ള മുന്നണി ബന്ധം ഉപേക്ഷിക്കുന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നേതൃത്വം നൽകിയില്ല. പാർട്ടിക്ക് വന്നിരിക്കുന്ന ഈ വ്യതിയാനം തിരുത്തണമെന്ന് കേന്ദ്ര പാർട്ടി നിർദ്ദേശിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതേസമയം യുഡിഎഫ് യോഗത്തിൽ പങ്കെടുക്കും എന്ന് പറയില്ല. ഇതിന്റെ ഒരു വൈരുദ്ധ്യമില്ല. ഇതെങ്ങനെ വൈരുദ്ധ്യം? വൈരുദ്ധ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ വൈരുദ്ധ്യമാണെന്ന്. ആ വൈരുദ്ധ്യമുണ്ട്. പാർട്ടിയിൽ പിളർപ്പുണ്ടാകുന്നത് ഒഴിവാക്കാനായെങ്കിലും ആർഎസ്പി സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വലിയ പ്രതിസന്ധിയാണ് പുതിയ തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. യുഡിഎഫ് വിടുന്നത് നിലവിൽ കേരള ഘടകത്തിന് ആലോചിക്കാനാവില്ല. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിനൊപ്പം ഇക്കാര്യത്തിൽ സംസ്ഥാന ഘടകത്തിലുള്ള ഭിന്നതയും പാർട്ടിക്ക് തലവേദനയാകുമെന്ന് ഉറപ്പാണ്. മീഡിയ 1 തിരുവനന്തപുരം.